നമ്മളിപ്പോ ഒരു ഐക്കൺ പ്ലെയർ, ഒരു ബെസ്റ്റ് ക്വാളിറ്റി പ്ലെയർ ആ ആളൊരു ബാറ്റ് യൂസ് ചെയ്യുന്നുണ്ട് വിചാരിച്ചിട്ട് ആ സെയിം ബാറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് സൂട്ട് ആവണമെന്നില്ല. എല്ലാവർക്കും ഒരേ വെയിറ്റ് ഓക്കെ ആവില്ല, എല്ലാവർക്കും ഒരേ ബാലൻസ് ഓക്കെ ആവില്ല, എല്ലാവർക്കും ഒരേ സൈസ് ഓക്കെ ആവില്ല. ഗ്രെയിൻസ് ഇല്ലെങ്കിലും വുഡ് ക്വാളിറ്റി നന്നാവുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഗ്രെയിൻസിന്റെ ഒന്നും ആവശ്യമില്ല. വുഡ് നല്ലതാണോ, ഗ്രെയിൻസിന്റെ ഒരു ആവശ്യമില്ല. ഹലോ ഹായ്, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഹൗ ടു സെലക്ട് എ ടെന്നീസ് ബോൾ ക്രിക്കറ്റ് ബാറ്റ്. ഒരു ടെന്നീസ് ബോൾ ക്രിക്കറ്റ് ബാറ്റ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉള്ള ഒരു വിഷയമാണ്, ഒരുപാട് ആൾക്കാർക്ക് ഡൗട്ടുകളുള്ള, ഒരുപാട് ആളുകൾ തെറ്റ് വരുത്തുന്ന ഒരു വിഷയമാണ്. എന്തൊക്കെയാണ് പ്രധാനമായിട്ട് നോക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ, പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കാതെയും അതുപോലെ വലിയൊരു ഗൗരവമില്ലാത്ത വിഷയങ്ങൾക്ക് കൂടുതൽ ഗൗരവം കൊടുത്തു നോക്കിയ ആൾക്കാരാണ് അധികം ആളുകളും ഒരു ടെന്നീസ് ബോൾ ക്രിക്കറ്റ് ബാറ്റ് സെലക്ട് ചെയ്യുന്നത്. അത് സോഫ്റ്റ് ടെന്നീസ് ആണെങ്കിലും ഹാർഡ് ടെന്നീസ് ആണ്, രണ്ടിനുള്ള കാര്യങ്ങൾ നമ്മൾ ലെതർ ബോളിനുള്ള കാര്യങ്ങളല്ല. സോഫ്റ്റ് ടെന്നീസ്, ഹാർഡ് ടെന്നീസ്, ഈ രണ്ടിനുള്ള രണ്ട് ബോളുകൾക്കുള്ള ബാറ്റുകൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം എന്നും എന്തൊക്കെ കാര്യങ്ങൾക്ക് നമുക്ക് വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അതിന് മെയിനായിട്ടൊരു 6 പോയിന്റുകളാണുള്ളത്. ആ 6 പോയിന്റുകളിൽ ഏതൊക്കെ പോയിന്റുകൾക്കാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്, അതുപോലെ തന്നെ ആ പോയിന്റുകളിൽ എന്തൊക്കെയാണ് നമ്മളതിൽ നോക്കേണ്ടത് എന്നുള്ളതാണ്. അതുപോലെ ഏതൊക്കെ പോയിന്റുകൾക്കാണ് അതിൽ വലിയൊരു പ്രാധാന്യം ഇല്ലാത്തത്, നമ്മളത് കൂടുതൽ വലിയൊരു ശ്രദ്ധ കൊടുക്കേണ്ട ആവശ്യമില്ല, അത് എങ്ങനെയായാലും കുഴപ്പമില്ല എന്നുള്ള ലെവലിലുള്ള പോയിന്റുകൾ ഇതിലുണ്ട്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. ഒരു ടെന്നീസ് ബോൾ ക്രിക്കറ്റ് ബാറ്റ് തിരഞ്ഞെടുക്കാൻ വേണ്ടി പോകുന്ന ആളുകളാണ് നിങ്ങൾ, അല്ലെങ്കിൽ വാങ്ങാൻ നിൽക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ ആ വാങ്ങുന്ന സമയങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ട്, വാങ്ങുന്ന ബാറ്റുകൾക്ക് പെട്ടെന്ന് കംപ്ലൈന്റ് വരുന്നുണ്ട്, അത് നമുക്ക് സൂട്ട് ആവുന്നില്ല, സെറ്റ് ആവുന്നില്ല, പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് അതിനൊരു പരിഹാരം ലഭിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് കൂടുതൽ സംസാരിക്കാതെ ആദ്യം ആ 6 പോയിന്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, അതിൽ പോയിന്റ് നമ്പർ 1 ആണ് ഗ്രെയിൻസ്, പോയിന്റ് നമ്പർ 2 വെയിറ്റ്, പോയിന്റ് നമ്പർ 3 സൈസ്, പോയിന്റ് നമ്പർ 4 പിങ്, പോയിന്റ് നമ്പർ 5 പിന്നെ ബാലൻസ്, പോയിന്റ് നമ്പർ 6 വുഡ് ക്വാളിറ്റി. ഈ 6 പോയിന്റുകളാണുള്ളത്. ഈ 6 പോയിന്റുകളിൽ ഏതൊക്കെ പോയിന്റുകൾ എങ്ങനെയൊക്കെ നമ്മൾ നോക്കണം എന്നുള്ളതും അതുപോലെ ഏതൊക്കെ പോയിന്റുകൾക്കാണ് വലിയൊരു പ്രാധാന്യം ഇല്ലാത്തതെന്നാണ് നമ്മൾ ഇനി തുടർന്ന് പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ പോയിന്റ് നമ്പർ 1 തന്നെ നോക്കാം, ഗ്രെയിൻസ്. ഗ്രെയിൻസ് എന്ന് പറയുന്ന കാര്യത്തിന് ടെന്നീസ് ബോൾ ക്രിക്കറ്റിൽ എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് ചോദിച്ചാൽ അത് 0 എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. അതായത് ടെന്നീസ് ബോൾ ക്രിക്കറ്റ് ബാറ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഗ്രെയിൻസിന് വലിയ പ്രാധാന്യം ഇല്ല എന്ന് തന്നെയുള്ളതാണ് സത്യാവസ്ഥ. അതായത് ഒരു സ്ട്രൈറ്റ് ഗ്രെയിൻസ് ഉള്ള, അതായത് കൃത്യമായിട്ട് 11-12 സ്ട്രൈറ്റ് ഗ്രെയിൻസ് ഉള്ള ഒരു ബാറ്റാണ്, ഒരു വുഡാണ് എന്ന് കരുതി അതൊരിക്കലും പെർഫെക്റ്റ് ഒരു ബെസ്റ്റ് ബാറ്റ് ആവണമെന്നില്ല. എന്നാൽ ഇനി അങ്ങനെ ഒരു സ്ട്രൈറ്റ് ഗ്രെയിൻസ് ഒന്നും ഇല്ലാത്ത ഒരു വുഡാണെന്ന് കരുതി അതൊരു മോശം ബാറ്റ് ആവണമെന്നില്ല ടെന്നീസ് ബോളിൽ. കാരണം അതിനൊരു കൃത്യമായിട്ടൊരു ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ പോപ്പുലർ വില്ലോ എന്ന് പറഞ്ഞിട്ടൊരു വുഡ് ഉണ്ട്. ബാറ്റ് സെയിൽ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അറിയുന്നുണ്ടാവും, സെല്ലർമാർക്കൊക്കെ അറിയുന്നുണ്ടാവും. പോപ്പുലർ വില്ലോ കാശ്മീരിൽ നിന്ന് കിട്ടുന്ന ഒരു വുഡാണ്. അതിന്റെ ഗ്രെയിൻസ്, അത് നല്ല സ്ട്രൈറ്റ് ഗ്രെയിൻസ് ഉള്ള വുഡുകൾ അതിന് കിട്ടും. വളരെ ചീപ്പ് റേറ്റ് ആണ്, ലൈഫും ഉണ്ടാവില്ല ആ വുഡിന്. കാശ്മീർ വില്ലോ, പോപ്പുലർ വില്ലോ. കാശ്മീർ വില്ലയാണ് ബെസ്റ്റ് വുഡ്. പോപ്പുലർ വില്ലോ എന്ന് പറയുന്നത് ചീപ്പാണ്, അതിനനുസരിച്ചിട്ട് അതിന്റെ ക്വാളിറ്റി ഉണ്ട്. അതായത് ഹാർഡ് ടെന്നീസ് കളിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോഫ്റ്റ് ടെന്നീസ് കളിക്കാൻ കഴിയും, പക്ഷെ അതിന് ലൈഫ് തീരെ ഉണ്ടാവില്ല, പെട്ടെന്ന് പൊട്ടിപ്പോകും. പക്ഷെ അതിന്റെ ഗ്രെയിൻസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ പോപ്പുലർ വില്ലോയിലാണ് നല്ല സ്ട്രൈറ്റ് ഗ്രൈൻസ് ഉള്ള വുഡുകൾ, സ്ട്രൈറ്റ് ഗ്രൈൻസ് ഉള്ള ബാറ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ ഉണ്ടായത് നമ്മുടെ കയ്യിൽ ഒരെണ്ണം ഉണ്ടായത്, നമ്മൾ സെയിൽ ചെയ്യുന്നില്ല, അത് വിൽക്കുന്നില്ല. ജസ്റ്റ് ഇവിടെ ഒരു സാധനം ഉണ്ടായിരുന്നു, ഇപ്പൊ അത് കൂട്ടുകാർ വൈകിട്ട് കളിക്കാൻ വേണ്ടിയുള്ള ജസ്റ്റ് അവരുടെ പ്രാക്ടീസ് ഇതിനൊക്കെ വേണ്ടിയിട്ട് എടുത്തുകൊണ്ടായി, അല്ലെങ്കിൽ കാണിക്കായിരുന്നു വീഡിയോയിൽ. അത് നല്ല അടിപൊളി ഗ്രൈൻസാണ്, നല്ല സ്ട്രൈറ്റ് ഗ്രൈൻസാണ്, പക്ഷെ അതിന് തീരെ ലൈഫ് ഉണ്ടാവില്ല. അത് നമ്മൾ കുറച്ചു കാലം ഉപയോഗിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് പൊട്ടിപ്പോകും. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഗ്രെയിൻസ് എന്ന് പറയുന്ന കാര്യത്തിന് വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമില്ല. ഗ്രെയിൻസ് ഇല്ല എന്ന് കരുതിയത് മോശമാവില്ല, ഗ്രെയിൻസ് ഉണ്ട് എന്ന് കരുതിയത് ബെസ്റ്റും ആവില്ല. മനസ്സിലായില്ലേ? ഗ്രെയിൻസ് ഉള്ള ബാറ്റിംഗ് ഒക്കെ എടുക്കുക, ഗ്രെയിൻസ് ഉള്ളതിൽ ബെസ്റ്റും ഉണ്ടാവും, നല്ലതും ഉണ്ടാവും, മോശം ഉണ്ടാവും. ഗ്രെയിൻസ് ഇല്ലാത്തതിലും അതുപോലെ തന്നെ നല്ലതും ഉണ്ടാവും, മോശം ഉണ്ടാവും. അപ്പൊ ഗ്രെയിൻസ് ഉണ്ടെന്ന് കരുതിയിട്ട് അത് അടിപൊളി ബാറ്റ് ആവണമെന്ന് യാതൊരു ഇതുമില്ല. അപ്പൊ ഗ്രെയിൻസിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് തന്നെയാണ് സത്യാവസ്ഥ. ഇനി രണ്ടാമത്തെ പോയിന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെയിറ്റ്. വെയിറ്റിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നിങ്ങളൊരു ബാറ്റ് എടുക്കാൻ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഓൺലൈനിൽ ഒരു ബാറ്റ് ഓർഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വെയിറ്റിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ അതിന്റെ വെയിറ്റ് നോക്കുക. ഒരു ബാറ്റിന്റെ നിങ്ങൾ ഓൺലൈനിൽ ഓർഡർ കൊടുക്കുകയാണെങ്കിൽ ആദ്യം തന്നെ
ആ ഒരു ആരെടുത്തുനിന്നാണോ വാങ്ങുന്നത് ആ ആളോട് നിങ്ങൾ ബാറ്റിന്റെ വെയിറ്റ് ഇത്രേ പാടുള്ളൂ, നിങ്ങൾക്ക് വേണ്ട വെയിറ്റ് പറഞ്ഞു കൊടുക്കുക, ഇത്ര വെയിറ്റേ പാടുള്ളൂ, അത് ആദ്യം തന്നെ പറയണം. ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് ഒരു കടയിൽ പോയിട്ട് ബാറ്റ് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ വെയിറ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാറ്റ് ആദ്യം തന്നെ എടുത്തിട്ട് ബാറ്റ് സെറ്റ് ചെയ്ത് പിടിച്ചൊക്കെ നോക്കുന്നതിന്റെ മുന്നേ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു ബാറ്റ്, ജസ്റ്റ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ വെയിറ്റ് ആ ആളോട്, കടയിലുള്ള ആളോട് വെയിറ്റ് ചോദിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ വെയിറ്റിന്റെ മെഷീൻ, അധിക ഷോപ്പുകളിലും വെയിറ്റ് തൂക്കുന്ന മെഷീൻ ഉണ്ടാവും. ജസ്റ്റ് ആ മെഷീനിലൊന്ന് വെച്ചിട്ട് എത്ര ഉണ്ട് അതിന്റെ വെയിറ്റ് നോക്കുക. എന്നിട്ട് അതിന് ശേഷം അത് നിങ്ങൾക്ക് ആ വെയിറ്റ് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം എടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ പിന്നെ ഏറ്റവും ബെസ്റ്റ് കാര്യം എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഷോപ്പിൽ ചെല്ലുക, അല്ലെങ്കിൽ ഓൺലൈനിൽ ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും വെയിറ്റ് പറഞ്ഞു കൊടുക്കേണ്ട നിർബന്ധ കാര്യമാണ്. കാരണം നമ്മൾ ഡയറക്റ്റ് നമ്മളെ കയ്യിൽ കിട്ടുന്നില്ല. ഡയറക്റ്റ് ഒരു ഷോപ്പിൽ പോയി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ബാറ്റ് എടുത്തിട്ട് സെറ്റ് ആണോ നോക്കുക, നമ്മൾ പിടിച്ചു നോക്കുക, നമ്മളെ സ്റ്റാൻഡിങ്ങിലൊക്കെ ഒന്ന് നിന്ന് നോക്കുക. നമുക്ക് ഓവർ വെയിറ്റ് ഫീൽ ചെയ്യണില്ലെങ്കിൽ, ഓക്കെ, പ്രധാനമായിട്ടും കേൾക്കുക, ഓവർ വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യണില്ലെങ്കിൽ പിന്നെ ആ ബാറ്റിന്റെ വെയിറ്റ് നിങ്ങൾ നോക്കണ്ട. കാരണം നിങ്ങളുടെ വെയിറ്റ്, അതായത് നിങ്ങളുടെ മൈൻഡിലുള്ള വെയിറ്റോ ബാക്കിയുള്ള ആളുകൾ പറയുന്ന വെയിറ്റോ ഒന്നല്ല നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് സൂട്ട് ആവുക. നിങ്ങൾക്കൊരു വെയിറ്റ് ഉണ്ടാവും, അതായത് നിങ്ങൾക്ക് കളിക്കുമ്പോൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓവർ വെയിറ്റ് തോന്നാത്ത ഒരു സാധനമാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അതിന്റെ വെയിറ്റ് നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഓവർ വെയിറ്റ് ഫീൽ ചെയ്യണമെങ്കിൽ പിന്നെ അതിന്റെ വെയിറ്റ് നോക്കിയിട്ട് നിങ്ങൾ അത് എടുക്കാനും പാടില്ല, അത് വേറെ കാര്യം. നിങ്ങൾ പിടിച്ചു നോക്കുമ്പോൾ തന്നെ ഇത് കുറച്ച് വെയിറ്റ് കൂടുതലല്ല, എന്നിട്ട് കളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നല്ല സ്പീഡുള്ള ഒരു പന്ത്, ഒരു ബൗൺസറൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എടുക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നല്ല പേസിൽ വരുന്ന ഒരു ബോൾ എടുക്കാൻ കഴിയുമോ എന്നുള്ള ഡൗട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ബാറ്റ് എടുക്കണ്ട. നേരെ മറിച്ച് നിങ്ങൾ ബാറ്റ് എടുത്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓവർ വെയിറ്റ് ഒന്നും ഫീൽ ചെയ്യണില്ല, കുഴപ്പമില്ലാത്ത ബാലൻസ്, ഒരു സംഭവം ഉള്ള ഒരു വെയിറ്റ് ഒന്നും വലിയ ഓവറായിട്ട് തോന്നുന്നില്ലെങ്കിൽ പിന്നെ വെയിറ്റ് നോക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ആ ബാറ്റ് സെലക്ട് ചെയ്യാം. ഒരുപാട് ആളുകൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ആദ്യം ബാറ്റ് എടുക്കും, ബാറ്റ് എടുത്തിട്ട് ഫുള്ള് സെറ്റാക്കി നോക്കും, കുത്തിയൊക്കെ നോക്കി ഫുള്ള് പെർഫെക്റ്റ് ആയിരിക്കും, നല്ല അടിപൊളിയായിട്ട് നല്ല ഇഷ്ടപ്പെടും, ആൾക്ക് ബാറ്റ് നല്ലോണം ഇഷ്ടപ്പെടും, വുഡ് എല്ലാം ഓക്കെയാണ്, എല്ലാം ഓക്കെ. എന്നിട്ട് അവസാനം ആ കടക്കാരനോട് ചോദിക്കും ഇതിന്റെ വെയിറ്റ് എത്ര, എല്ലാം തന്നെ മെഷീനിൽ വെച്ച് നോക്കും വെയിറ്റ് എത്ര. അപ്പോൾ നമ്മൾ ആൾ ഉദ്ദേശിച്ച വെയിറ്റിനേക്കാൾ കുറച്ച് കൂടുതലായിരിക്കും, ചടക്കും. അതായത് അപ്പൊ തന്നെ ആള് കോൺഫിഡൻസ് ഫുള്ള് പോകും, ആ ബാറ്റ് എടുക്കൂല. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. വെയിറ്റ് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഓവർ വെയിറ്റ് ഫീൽ ചെയ്യണമെങ്കിൽ പിന്നെ അതിന്റെ വെയിറ്റ് നോക്കാൻ നിൽക്കുന്നത് നിങ്ങൾ ആ ബാറ്റ് സെലക്ട് ചെയ്യുക. ഇതാണ് വെയിറ്റിന്റെ ഒരു മാറ്റർ വരുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റ് ആണ് സൈസ്. സൈസ് എന്ന് പറഞ്ഞത് പല ആളുകൾക്കും പല സൈസാണ്. ബാറ്റ് ടെന്നീസ് ബോൾ ക്രിക്കറ്റ് ബാറ്റ് 36 വരുന്നുണ്ട്, 35 ഉണ്ട്, 34 ഉണ്ട്, ഇതാണ് കോമൺ സൈസുകൾ. ഇനി ഇതിന്റെ ഗ്യാപ്പിലായിട്ട് 34.4, 35.5 ഇതെല്ലാം വരുന്നുണ്ട്. അപ്പൊ സൈസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ഹൈറ്റിനനുസരിച്ചിട്ടും നമ്മളുടെ ബാറ്റിംഗ് സ്റ്റാൻഡിങ്ങിനനുസരിച്ചിട്ടും ഉണ്ടാവുക. ഹൈറ്റിനേക്കായി ബാറ്റിംഗ് സ്റ്റാൻഡാണ്. നല്ല ഹൈറ്റ് ഉള്ളവർക്ക് എന്തായാലും 36 വേണ്ടി വരും. ഇനി ഒരു മീഡിയം ഹൈറ്റ് ഉള്ളവരും 36 യൂസ് ചെയ്യണവരുണ്ട്, അത് ബാറ്റിംഗ് സ്റ്റാൻഡിനനുസരിച്ചിട്ടാണ്. അപ്പൊ അത് നമ്മൾ ഇപ്പോ കടയിൽ വരികയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് നോക്കിയാൽ തന്നെ നമുക്ക് നമ്മൾ ഓക്കെയാണ്, നമ്മളെ സ്റ്റാൻഡിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ആ ഹൈറ്റ് നമുക്ക് ഓക്കെ ആണോ അതോ ഷോർട്ട് ആക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് മനസ്സിലാവും. ഇനി ഓൺലൈൻ ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുമ്പ് യൂസ് ചെയ്തിരുന്ന ബാറ്റിന്റെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൂട്ടുകാരുടെ കയ്യിലുള്ള ബാറ്റ് നിങ്ങൾക്ക് കറക്റ്റ് സൂട്ടായിട്ട് തോന്നിയിട്ടില്ല, കറക്റ്റ് ഹൈറ്റ് ആയിട്ട് തോന്നിയിട്ടില്ല ഏതെങ്കിലും ബാറ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അതിന്റെ നീളം ഒന്ന് അളന്നു നോക്കുക. അപ്പോൾ ഏതാണോ അളവ് ആ അളവ് പറഞ്ഞു കൊടുത്തിട്ട് ആ അളവ് പെർഫെക്റ്റ് ആക്കുക. കാരണം സൈസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ആ സൈസ് കറക്റ്റ് ആയാലും നമ്മളെ സ്റ്റാൻഡിങ് കറക്റ്റ് ആവുള്ളൂ. നമ്മളെ സ്റ്റാൻഡിങ് കറക്റ്റ് കിട്ടിയാലേ നമുക്ക് മാച്ചിൽ ഒരു കോൺഫിഡൻസ് കിട്ടുള്ളൂ തീർച്ചയായിട്ടും. ഓക്കെ. അപ്പൊ സൈസിന്റെ മാറ്റർ അങ്ങനെയാണ് വരുന്നത്. ഇനി നാലാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞ പിങ്. പിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബോൾ ഇട്ടിട്ട് ഇങ്ങനെ തട്ടി നോക്കുന്ന സംഭവമാണ്. ബോൾ ഇട്ടിട്ട് തട്ടി നോക്കി കഴിഞ്ഞാൽ ആ ബോള്, ഇപ്പൊ ഇതൊരു ഹാർഡ് ടെന്നീസ് ബോളാണ്, ഗുരു ലേസർ ആണ് തോന്നുന്നുണ്ട്, ഇതിനകത്ത് പേരൊക്കെ പോയിട്ടുണ്ട്, ഗുരു ലേസർ ബോളാണ്. അപ്പൊ ഈ ഒരു ബോള് ആ ബാറ്റില് ഒരു 120 ഗ്രാം ഒക്കെ ആയിരിക്കും ഈ ബോളിന്റെ ഒക്കെ ഒരു വെയിറ്റ് വരിക. ആ ടെന്നീസ് സോഫ്റ്റ് ആകുമ്പോൾ ഒരു 80-90 ഗ്രാം ഒക്കെയാണ് വെയിറ്റ് വരിക. അപ്പൊ ആ അത്ര വെയിറ്റ് ഉള്ള ഒരു ബോള് നമ്മളെ ആ ഒരു ബാറ്റിൽ നിന്ന് എത്രത്തോളം ട്രാവൽ ചെയ്യാൻ പറ്റും, ഗ്രൗണ്ട് എങ്ങനെ ക്ലിയർ ആക്കാൻ പറ്റുന്നത് നമുക്ക് ജസ്റ്റ് തട്ടി നോക്കുമ്പോൾ അതിൽ നിന്നുള്ള ആ ബാറ്റിൽ നിന്ന് വരുന്ന ഒരു സൗണ്ടും ഈ ബോളിന്റെ ഒരു മൂവ്മെന്റും കാണുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും. അത് പ്രത്യേകിച്ച് ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും ആളോട് പിങ് ചെയ്തിട്ടുള്ള വീഡിയോ കാണിച്ചു തരാൻ പറയണം. അപ്പൊ ആ ഒരു ബാറ്റിൽ തട്ടുന്ന സൗണ്ടും അതുപോലെ തന്നെ ആ ബാറ്റിന് തെറിക്കുന്ന ഒരു ആക്ഷനും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ ബാറ്റ് എത്രത്തോളം ആ ബോൾ ട്രാവൽ ചെയ്യുന്നുള്ളത്. നേരിട്ട് പോയി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബോൾ എടുക്കുക, എന്തായാലും ഷോപ്പിൽ ബോൾ ഉണ്ടാവും, ആ ബോൾ എടുക്കുക, ബാറ്റിൽ തട്ടി നോക്കുക. കാരണം നമുക്ക് ഒരിക്കലും ആ ബാറ്റ് കൊണ്ടുപോയി കളിച്ചു നോക്കി ടെസ്റ്റ് അടിച്ചിട്ട് നമുക്ക് എടുക്കാൻ കഴിയില്ല. എവിടെയാണെങ്കിലും നമുക്ക് ഇതാണ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ആ ഒരു ബാറ്റിന്റെ വുഡ് ക്വാളിറ്റിയും
പിന്നെ ഏകദേശം ആ ബോൾ എത്രത്തോളം ട്രാവൽ ചെയ്യും, എങ്ങനെ ഉണ്ടാവും ആ ബാറ്റ് കളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു വലിയ ഗ്രൗണ്ടിൽ കളിച്ചു കഴിഞ്ഞാൽ ആ ബോൾ എത്രത്തോളം ട്രാവൽ ചെയ്യുന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അതിൽ കൂടെ മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു ബാറ്റ് തട്ടുന്ന ശബ്ദവും ആ ബാറ്റിൽ നിന്നുള്ള പോകുന്ന ഒരു രീതിയും ഒരു മൂവ്മെന്റും കണ്ടു കഴിഞ്ഞാൽ ഒരു ഐഡിയ കിട്ടും. അതാണ് പിങ് ടെസ്റ്റ് എന്ന് പറഞ്ഞ സാധനം. ഇനി അഞ്ചാമത്തെ പോയിന്റ് ആണ് നമ്മളുടെ ബാലൻസ്. ബാലൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റുകളിൽ ഒന്നാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റുകളിൽ പെട്ട ഒന്നാണ് ബാലൻസ്. ബാലൻസ് പെർഫെക്റ്റ് ആണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഒരു വിഷയമില്ലാതാവും. ഈ വെയിറ്റ്, സൈസ്, കാര്യങ്ങളൊന്നും എല്ലാം കൂടി അടങ്ങിയതാണ് ഈ ബാലൻസ്. വെയിറ്റ്, പിന്നെ അതുപോലെ തന്നെ സൈസ്, ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം കൂടി അടങ്ങിയതാണ് ബാലൻസ്. ആ ബാലൻസ് കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കൽ നിർബന്ധം. മനസ്സിലായോ? ബാലൻസ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ ബാറ്റ് ഇങ്ങനെ പിടിച്ചു നോക്കിയാൽ, നേരിട്ട് ഷോപ്പിൽ പോയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാറ്റ് ഇങ്ങനെ ജസ്റ്റ് നമ്മളൊന്ന് കയ്യിലെടുത്ത് നമ്മളെ ബാറ്റിംഗ് സ്റ്റാൻഡിലൊന്ന് ഇങ്ങനെ നിന്ന് നോക്കിയാൽ നമുക്ക് ഉള്ളിലൊരു കോൺഫിഡൻസ് വരും. ഈ ബാറ്റ് ഞാൻ ഗ്രൗണ്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 4 സിക്സർ അടിക്കാന്നുള്ള ഒരു കോൺഫിഡൻസിന്റെ ഉള്ളിൽ വരാണ്ട്, ആ ഒരു സാധനമാണ് കറക്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലൻസ് എന്ന് പറഞ്ഞത്. നമ്മൾ ആ ഒരു ബാറ്റ് എടുത്തിട്ട് നമ്മളെ ബാറ്റിംഗ് സ്റ്റാൻഡിൽ ഇങ്ങനെ നിന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക, ഗ്രൗണ്ടിൽ ഇങ്ങനെ പോലെയൊക്കെ ഒന്ന് ഇമാജിൻ ചെയ്തിട്ട് ഒന്ന് നിന്ന് നമുക്കൊരു ഫീൽ കിട്ടാണ്ട്, ആ ബാറ്റിംഗ് ഒന്നും ഒരു ഫീൽ കിട്ടാണ്ട് ഇത് കറക്റ്റ് ആണ്. നമുക്കൊരു ഓവർ വെയിറ്റ് ഫീൽ ചെയ്യൂല, നമുക്കൊരു സൈസിന്റെ പ്രശ്നം ഫീൽ ചെയ്യൂല, ബാക്കിയുള്ള ഒരു കുഴപ്പമില്ലാണ്ട് അത് കറക്റ്റ് എനിക്ക് പറ്റിയ ബാറ്റാന്ന് തോന്നുന്നു. അതാണ് കറക്റ്റ് നമ്മളെ ബാലൻസ്. ബാക്കിയുള്ള ആളുകൾ പറയുന്നത് ഒന്നുമല്ല. പല പ്ലേയേഴ്സിനും പല ബാലൻസ് ആയിരിക്കും. നമ്മളിപ്പോ ഒരു ഐക്കൺ പ്ലെയർ, ഒരു ബെസ്റ്റ് ക്വാളിറ്റി പ്ലെയർ, ആ ആളൊരു ബാറ്റ് യൂസ് ചെയ്യുന്നുണ്ട് വിചാരിച്ചിട്ട് ആ സെയിം ബാറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് സൂട്ട് ആവണമെന്നില്ല. മനസ്സിലായോ? നമുക്ക് വേറെ ബാലൻസ് ആയിരിക്കും. ഓരോ പ്ലേയേഴ്സിനും ഓരോ ആളുകൾക്കും സെപ്പറേറ്റ് ബാലൻസിന്റെ കാര്യം. എല്ലാവർക്കും ഒരേ പോലെ ആവില്ല, എല്ലാവർക്കും ഒരേ വെയിറ്റ് ഓക്കെ ആവില്ല, എല്ലാവർക്കും ഒരേ ബാലൻസ് ഓക്കെ ആവില്ല, എല്ലാവർക്കും ഒരേ സൈസ് ഓക്കെ ആവില്ല, എല്ലാവർക്കും ഡിഫറെന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ബാലൻസിന്റെ കാര്യം ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്ന സമയത്ത് നല്ല ബാലൻസ് അല്ലേന്ന് ജസ്റ്റ് ഷോപ്പുകാരനോട് ചോദിച്ച് കൺഫേം ചെയ്ത് അങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളുടെ സൈസ്, നമുക്ക് വേണ്ട സൈസ്, നമുക്ക് വേണ്ട വെയിറ്റ്, ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. എന്നാൽ ഏകദേശം വെയിറ്റും സൈസും ഒക്കെ നമുക്ക് യോജിക്കുന്നതായി കഴിഞ്ഞാൽ ബാലൻസും അതിന്റെ കൂടാണ്ട് സൂട്ടായിട്ട് വരും. ഓൺലൈൻ ഓർഡർ ചെയ്യുമ്പോൾ നേരിട്ട് ഷോപ്പിൽ പോയി എടുക്കുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായി നോക്കിയിട്ട് തന്നെ സെലക്ട് ചെയ്യുക. കറക്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതാണ് ഏറ്റവും നല്ലത്. പിന്നെ ആറാമത്തെ പോയിന്റ് ആണ് വുഡ് ക്വാളിറ്റി. ഇതും ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റുകളിൽ പെട്ട ഒന്നാണ് വുഡ് ക്വാളിറ്റി. കാരണം ഈ ഗ്രെയിൻസും വുഡ് ക്വാളിറ്റിയും കൂടി ഒരു കണക്ഷൻ ഉണ്ട്. ഗ്രെയിൻസ് ഇല്ലെങ്കിലും വുഡ് ക്വാളിറ്റി നന്നാവുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഗ്രെയിൻസിന്റെ ഒന്നും ആവശ്യമില്ല. വുഡ് നല്ലതാണോ, ഗ്രെയിൻസിന്റെ ഒരു ആവശ്യമില്ല. അത് ഈ പിങ് ടെസ്റ്റിലൂടെ ഏകദേശം വുഡിന്റെ ഒരു ക്വാളിറ്റി നമുക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞല്ലോ പിങ് ടെസ്റ്റ്. അത് ഓൺലൈൻ ഓർഡർ ചെയ്യുന്ന സമയത്ത് തട്ടി നോക്കി കഴിഞ്ഞാൽ നല്ല അതിന്റെ ശബ്ദവും അതുപോലെ തന്നെ അതിന്റെ ഒരു മൂവ്മെന്റും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞാൽ ആ വുഡ് നല്ലതാണെന്നുള്ളത് ഏകദേശം ഒരു ഐഡിയ കിട്ടും. നേരിട്ട് പോണ സമയത്ത് നമ്മൾ നല്ലപോലെ ശ്രദ്ധിച്ചിട്ടാണ് എടുക്കുക. വുഡ് ക്വാളിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. വുഡ് ക്വാളിറ്റി നന്നായിരിക്കണം, ഗ്രെയിൻസും അല്ല. വുഡ് ക്വാളിറ്റി നല്ലതല്ലെങ്കിൽ ആ ബാറ്റ് പെട്ടെന്ന് ഫെയിലായി പോകും, പെട്ടെന്ന് പൊട്ടാനും അതുപോലെ തന്നെ പെട്ടെന്ന് കംപ്ലൈന്റുകൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ബോൾ ട്രാവൽ ചെയ്യൂല. നമ്മൾ അടിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിച്ച മാതിരത്തെ ഒരു ബോൾ പോകുന്ന ഒരു രീതി ഉണ്ടാവില്ല. കാരണം വലിയ ഗ്രൗണ്ടുകളൊന്നും ക്ലിയർ ചെയ്യാൻ വുഡ് ക്വാളിറ്റി ഇല്ലാത്തൊരു ബാറ്റ് വെച്ചിട്ട് ചെറിയ ഗ്രൗണ്ടുകൾ, ചെറിയ ടർഫുകൾ, ചെറിയ ചെറിയ ഗ്രൗണ്ടുകൾ, അങ്ങനത്തെ ഗ്രൗണ്ടുകളൊന്നും വിഷയം ഉണ്ടാവില്ല. പക്ഷെ വലിയൊരു ഗ്രൗണ്ടിൽ പോയിട്ട് കളിക്കുമ്പോൾ നല്ലൊരു വുഡ് ഉള്ള ബാറ്റ് അല്ല എന്നുണ്ടെങ്കിൽ, വുഡ് ക്വാളിറ്റി മോശമാണെന്നുണ്ടെങ്കിൽ ബോൾ ട്രാവൽ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഓൺലൈനിൽ ഓർഡർ ചെയ്യുമ്പോൾ ഈ പിങ് ടെസ്റ്റിലൂടെ ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഡയറക്റ്റ് പോയി എടുക്കുമ്പോഴും അതേ ഒരു വഴിയുള്ളൂ നമുക്ക് വുഡ് ക്വാളിറ്റി മനസ്സിലാവാൻ. പിന്നെ ജസ്റ്റ് നോക്ക് ചെയ്ത് നോക്കിയാലൊക്കെ അതിന്റെ ഒരു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ കുറെ ആളുകൾക്കൊക്കെ മനസ്സിലാവും. ഒരുപാട് കാലങ്ങളായിട്ട് ടെന്നീസ് ബോൾ കളിക്കുന്ന ആളുകൾക്കൊക്കെ ഏകദേശം ഒരു ബാറ്റിന്റെ വുഡ് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ മനസ്സിലാവാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. നോക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു ശബ്ദം കേട്ടാൽ വുഡ് ക്വാളിറ്റി മനസ്സിലാവും. അതുപോലെ വുഡ് ഉണ്ടോ നോക്കുക. സ്കൂപ്പ് ചെയ്യുന്ന ബാറ്റുകൾ ഹാർഡ് ടെന്നീസ് ആണെങ്കിലും സോഫ്റ്റ് ടെന്നീസ് ആണെങ്കിലും വെയിറ്റ് കൂടുതലായിട്ട് കുറക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് എല്ലാവർക്കും ടെന്നീസ് ബോൾ കളിക്കുന്നവർക്ക് വേണ്ടത് വളരെ വെയിറ്റ്ലെസ് ബാറ്റുകളാണ്. അപ്പൊ വെയിറ്റ് അത്രയും കുറക്കാൻ വേണ്ടിയിട്ട് ഡീപ്പായി സ്കൂപ്പ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഒരുപാട് സ്കൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബോൾ തള്ളൂല, ബോൾ തള്ളാൻ പ്രയാസമാവും. അതുപോലെ തന്നെ പെട്ടെന്ന് പൊട്ടി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ പോയിന്റുകളെല്ലാം കൃത്യമായി ശ്രദ്ധിച്ചിട്ട് നിങ്ങളൊരു ബാറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല അടിപൊളി ബാറ്റ് കിട്ടും. നിങ്ങൾക്ക് അതിന് നല്ല പെർഫോമൻസ് കിട്ടും, ഒരുപാട് അത്യാവശ്യം ലൈഫ് കിട്ടും. പിന്നെ ലൈഫിന്റെ കാര്യമാണെങ്കിൽ ഒരു ബാറ്റിന് നമുക്ക് കൃത്യമായ ഒരു ലൈഫ് പറയാൻ പറ്റില്ല. ഏത് ബാറ്റും പൊട്ടും, അത് സത്യസന്ധമായ കാര്യമാണ്. 1 ലക്ഷം രൂപന്റെ അല്ലെങ്കിൽ 2 ലക്ഷം രൂപന്റെ ഇംഗ്ലീഷ് വില്ല ബാറ്റാണ്, ഇന്റർനാഷണൽ പ്ലേയേഴ്സ് യൂസ് ചെയ്യുന്ന ബാറ്റ് ആണെങ്കിൽ പോലും അത് പൊട്ടും.
കാരണം ബാറ്റിന്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന രീതിക്ക് അനുസരിച്ചിട്ടും നമ്മളെ ഭാഗ്യം പോലെ ഇരിക്കും ബാറ്റിന്റെ ലൈഫ്, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു ബാറ്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോ തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത് വരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.